കഴിഞ്ഞ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് എല്ലാം പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. എൻറോൾമെന്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനൊരു സ്ക്രൂട്ടണിക്ക് വിധേയമായി അതിനെ ഗവൺമെന്റ് തലത്തിലെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അതിനെ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കി അത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യൂ. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ വെറും പേപ്പർ കമ്പനികൾക്കൊന്നും ഇനി പ്രവർത്തിക്കാൻ പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 44 കമ്പനി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് പകുതി കമ്പനികൾ പോലും ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ വെച്ച് തുടങ്ങുന്ന പേപ്പർ കമ്പനികളായിരുന്നു. സ്വന്തമായിട്ട് പ്രോഡക്റ്റോ സ്വന്തമായിട്ട് ഫാക്ടറിയോ സ്വന്തമായിട്ട് ടൈപ്പ് പ്രോഡക്ട്സോ ഒന്നും ഇല്ലാത്ത പല കമ്പനികളും ഇതിന്റെ ഇടയ്ക്കൂടെ പ്രവർത്തിച്ചു വന്നിരുന്നു. അവർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു മിനിമം 10 ലക്ഷം രൂപയെങ്കിലും പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള ഒരു പുതിയ കമ്പനിക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ആണെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റുകൾ പരിശോധിച്ച് അവർക്ക്